ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ഋഷികേശ് ആർട്ട് ഗാലറിയുടെ ഓഫീസിലിരുന്ന് പ്രശസ്ത ചിത്രകാരനായ ശേഖര അയ്യന്തോളിൻ്റെ എടക്കൽ ചിത്രങ്ങൾ എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗാലറിയുടെ ഗ്ലാസ് ഡോർ തുറന്ന് ഒരാൾ ഗാലറിയുടെ ഓഫീസിലേക്ക് കയറി വന്നു. അയാളോട് ദയാപൂർവം ഇരിക്കാനും സന്ദർശക രജിസ്റ്ററിൽ പേരും വിലാസവും ഫോൺ നമ്പരും എഴുതി ഒപ്പിടാനും ഞാൻ ആവശ്യപ്പെട്ടു. ഗാലറിയുടെ ഓഫീസിലെ കസേരയിലിരുന്ന് സന്ദർശക രജിസ്റ്റർ എഴുതുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാണ്, എന്താണ് പേര്? രജിസ്റ്ററിൽ എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹം തലയുയർത്തി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ MLA ആണ്. അപ്പോഴാണ് ആ സന്ദർശകൻ ഡോക്ടർ സുജിത്ത് MLA ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. സോറി സാർ, ഞാൻ പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പോസ്റ്ററുകളിലും TV-യിലും ദൂരെ നിന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത് ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. തുടർന്ന് വളരെ നേരമെടുത്ത് ഗാലറിയിലെ 92 ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളെല്ലാം കാണുകയും അവിടെയുള്ള ശില്പങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്ത ശേഷം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഋഷികേശ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനവും മറ്റ് വിവരങ്ങളും കത്ത് മുഖേനയും ഇമെയിൽ മുഖാന്തരവും അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തെ ഋഷികേശ് ആർട്ട് ഗാലറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സുജിത്ത് MLA ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലത്തെ മറ്റ് MLA-മാരെയും MP-യെയും മേയറെയും കളക്ടറെയും ഞാൻ ഋഷികേശ് ആർട്ട് ഗാലറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷണിച്ചവരിൽ ഗാലറിയിലെത്തുന്ന ആദ്യ ജനപ്രതിനിധിയും നിയമസഭാ സാമാജികനും ഡോക്ടർ സുജിത്ത് MLA ആണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും ഋഷികേശ് ആർട്ട് ഗാലറിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. സസ്നേഹം, ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ.